സമയത്താണ് ഇപ്പൊ ഈ കോവിഡ് വന്നത്. ഈ കോവിഡ് വന്നപ്പോൾ എനിക്ക് ഇതുപോലൊരു സന്തോഷം വരാനില്ല. അപ്പം നമ്മൾ ചിന്തിക്കും മറ്റുള്ളവരുടെ ദുഃഖത്തിൽ നമ്മൾ ആനന്ദിക്കാൻ. അങ്ങനെയല്ല. ലോകമെമ്പാടും ദൈവം സകല ജനത്തെ ഉണർത്തി ദൈവത്തെങ്കിലേക്ക് മാനസാന്തരത്തോട് തിരിയേണ്ടതിന് ഒരുക്കിയിരിക്കുന്ന ഒരു സുവിശേഷ വേലയാണ് ഈ സുവിശേഷ വേല. കാര്യം വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. നമ്മളൊക്കെ അങ്ങ് എടുക്കപ്പെട്ട ശേഷം ഒരു ദൂതൻ ഈ വചനം പ്രഘോഷിക്കുന്ന ഒരു ആകാശമധ്യേ പറന്നുകൊണ്ട് പ്രഘോഷിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പം ദൈവത്തിന് ആരെ ഉപയോഗിക്കാം? ദൂതനെ വേണേൽ ഉപയോഗിക്കാം, മനുഷ്യനെ വേണേൽ ഉപയോഗിക്കാം, മൃഗങ്ങളെ ഉപയോഗിക്കാം, മത്സ്യത്തെ ഉപയോഗിച്ചില്ലയോ യോനായെ സുവിശേഷം പഠിപ്പിക്കാനായിട്ട് മത്സ്യത്തെ ഉപയോഗിച്ചു. അതാരൊന്നും പറഞ്ഞില്ല. കഴുതയെ ഉപയോഗിച്ചില്ലയോ പ്രവാചകനെ വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിപ്പാൻ അവന്റെ മക്കൾ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. ദൈവത്തെ ഭയപ്പെട്ടവന് മഹത്വം കൊടുത്തി അവന്റെ ന്യായവിധി ഒരു നാഴിക വന്നിരിക്കുന്നു. ദൂതം വിളിച്ചു പറയുന്ന ആകാശവനെ നമസ്കരിപ്പിക്കുന്ന ഈ ദൂതം അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവം മനുഷ്യനെ ആഗ്രഹിക്കുന്ന മാനസാന്തരം. അതുകൊണ്ട് മനുഷ്യര് വിശ്വാസികളായാലും സാധാരണ മനുഷ്യരായാലും മാനസാന്തരപ്പെടാൻ വേണ്ടി ദൈവം ഒരു സുവിശേഷ ദൂതുമായിട്ടാണ് കോവിഡിനെ അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചിലർ മരിച്ചു വിചാരിച്ച് ലൂക്കോസ് വിചാരിച്ച് ജീവിക്കുന്നവർക്കും മരിക്കുന്നവർക്കും ദൈവമല്ലയോ? അവൻ മരിച്ചവന്റെ ദൈവമല്ല. ആ പരീക്ഷന്മാരോട് പറഞ്ഞു, ആ സദൂക്യരോട് പറഞ്ഞു, ദൈവം മരിച്ചവന്റെ ദൈവമല്ല, അവൻ അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ ദൈവം. അവൻ മരിച്ചവന്റെ ദൈവമല്ല. അവരെല്ലാം ജീവിച്ചിരിക്കുക. അവർ പക്ഷെ ഭൂമിയിൽ നിന്ന് മാറി മറ്റൊരു സ്ഥലത്താണെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ പാതാളത്തിൽ ചെന്നിട്ട് മരിച്ചവരോട് സുവിശേഷം അറിയിച്ചത്, തടവിലായിരുന്നവരോട് സുവിശേഷം അറിയിച്ചത്. അതുകൊണ്ട് ഈ ഒരു കാര്യം ഓർക്കണം, സുവിശേഷം അറിയിക്കുക ദൈവം ഉദ്ദേശിക്കുന്ന ഈ കോവിഡ് മുഖേന അങ്ങനെ മനുഷ്യരെ മാനസാന്തരപ്പെട്ട് ദൈവ സ്വഭാവത്തിലേക്ക് വരണം. അപ്പൊ ഞാൻ ആ വചനം വായിക്കാം. 140-ാമത്തെ വാക്യം, നിന്റെ വചനം അതിവിശുദ്ധമാകുന്നു, അതുകൊണ്ട് അടിയനത് പ്രിയമാകുന്നു. ഈ അതിപരിശുദ്ധ ദൈവത്തിനെയാണ് നമ്മൾ സേവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മളെ ക്ഷണിക്കപ്പെട്ട അകത്ത് കയറിയവരാ. നമുക്ക് വിവാഹ വസ്ത്രം തന്നിട്ടുണ്ട്, അതിനകത്ത് കറ വരാതെ സൂക്ഷിക്കണം. വിവാഹവസ്ത്രം അണിയാൻ നമ്മൾ എപ്പോഴും ബാധ്യസ്ഥരാ. ഇവന് ഈ ഒരുത്തനെ അതിനകത്ത് വിവാഹവസ്ത്രം കാണാതെ രാജാവ് കണ്ടുപിടിച്ചപ്പോൾ അവരോട് ഇടപെട്ടത് വളരെ ക്രൂരമായ രീതിയിലാ. ക്ഷണിച്ചത് സന്തോഷമായിട്ടാ, പക്ഷേ അവനോട് ഇടപെട്ടത് ക്രൂരമായിട്ടാ. കാര്യം അവനോട് വേറെ ഒന്നും ചോദിച്ചില്ല. അവിടെ ആഹാരം തിന്നത് കൂടുതലായതുകൊണ്ടല്ല, അവിടെ വിഷ്ടാന്തമായ ഭോജനം വെച്ചിരിക്കുക, അത് തിന്നാനാണ് അവനെ വിളിച്ചത്. പക്ഷേ അതുകൊണ്ടൊന്നുമല്ല രാജാവിന് കോപം വന്നത്. രാജാവിന് കോപം വന്നതിന് കാരണം ഇവൻ എങ്ങനെ ഈ വിവാഹവസ്ത്രമില്ലാതെ ഇതിനകത്ത് വന്നിരിക്കുന്നു, അതാ വിഷയം. ഇവന് കൊടുത്തതായത്, ഇവൻ ആ വാർക്കത്ത് കിട്ടിയതാ. ഇവനത് അലക്ഷ്യമാക്കിയെന്നുള്ളതാ സത്യം. ഇവനത് കൊടുക്കാതെ ഒരിക്കലും ഇവനകത്ത് കയറാൻ പറ്റില്ല. കാര്യം അത് കിട്ടി, വാർക്ക വെച്ച വിവാഹവസ്ത്രം അവന് കിട്ടിയതാ. പക്ഷെ ഇവനത് ധരിച്ചില്ല, അല്ലെങ്കിൽ ധരിച്ചത് അവന് ഊരിക്കളഞ്ഞു. ഇവൻ എന്തെങ്കിലും അവന് അലക്ഷ്യം കാണിച്ചത് ഉറപ്പ്. എനിവേ, നമ്മളതുകൊണ്ട് നമ്മൾ സേവിക്കുന്ന ദൈവം അതിപരിശുദ്ധ ദൈവമായതുകൊണ്ട് എല്ലാ നടപ്പിലും നമ്മൾ വിശുദ്ധരായേ പറ്റൂ. അതുകൊണ്ട് ഏത് രീതിയിലെങ്കിലും നമ്മളെ വിശുദ്ധരാക്കാൻ വേണ്ടി ആ ദൈവം ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എബ്രായത്തിൽ 12-ാം അധ്യായത്തിനകത്താന്ന് തോന്നുന്നൊരു വാക്യമുണ്ട്, നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിനാണ് നമ്മളെ ശിക്ഷിക്കുന്നൊരു വാക്യമുണ്ട്. താഴെ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോ 27 വാക്യത്തിലാണ്. എനിവേ ഞാൻ വായിക്കാം, പറഞ്ഞിട്ട് അടുത്തതിന് പോകും. ഈ തന്നെ വിവരിച്ചു കൊടുക്കാൻ അവർ ശിക്ഷിച്ചത് കുറെ കാലം കൊണ്ട് അങ്ങനത്തെ ബോധിച്ച പ്രകാരം അത്രേ അവനോ അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടെന്ന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു. നമ്മുടെ ഗുണത്തിനായിട്ട് വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടിയാ ദൈവം ശിക്ഷിക്കുന്നത്. അല്ലാതെ ദൈവം ആരെയും ശിക്ഷിക്കത്തൊന്നുമില്ല. നമ്മൾ എങ്ങനെങ്കിലും ഗുണം പിടിക്കാൻ വേണ്ടി
പിതാക്കന്മാർ തോന്നിയവാസമാണ് ശിക്ഷിച്ചത്. പക്ഷേ നമ്മൾ കർത്താവ് അങ്ങനെയല്ല. അവിടെ തോന്നിയവാസം തന്നെ എഴുതിയിരിക്കുന്ന ഒരു ഭാഷ പറഞ്ഞാൽ നമുക്ക് ബോധിച്ചവണ്ണമായിരിക്കുക. ബോധിച്ചവണ്ണം നമുക്ക് ബോധിച്ച പ്രകാരമാണ് അവന്റെ വിശുദ്ധി എന്നിട്ട് അതിന് താടിയുണ്ട്. ഏത് ശിക്ഷയും അതല്ല അതിന്റെ മേലിലേക്ക് നമ്മുടെ പിതാക്കന്മാർ ജനസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോകുന്നല്ലോ. പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി. അപ്പം നമ്മള് ചിന്തിക്കുന്നത് നമ്മുടെ പിതാക്കന്മാർ നമ്മളെ ശിക്ഷിച്ച് അവർക്ക് കോപം വന്നപ്പോ, അവർക്ക് ദേഷ്യം വന്നപ്പോ അവർ ദേഷ്യം അടങ്ങാൻ വേണ്ടി ശിക്ഷിച്ച്. പക്ഷെ നമ്മുടെ കർത്താവ് ശിക്ഷിക്കുന്ന അതിനല്ല. നാം പോകാനിരിക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ പത്രോസിന്റെ 2 പത്രോസിന്റെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നീതി വസിക്കുന്ന പുതിയ ആകാശത്തിന് പുതിയ ഭൂമിക്ക് നാം കാത്തിരിക്കുക. ആ രാജ്യത്തിന്റെ ചെന്ന് വരാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ശിക്ഷിച്ച് വളർത്തുന്നത്. കാര്യം നമ്മൾ കുറ്റമുണ്ട്. കാര്യം ഈ മനുഷ്യരിൽ എങ്ങനെ കുറ്റം വരുന്നത് ചോദിച്ചാല് പുസ്തകത്തിനകത്ത് 3-ാം അധ്യായത്തിനകത്ത് അത് എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകം 3-ാം അധ്യായത്തിൽ ഞാനത് വായിക്കാം. അപ്പോൾ യഹോവ മനുഷ്യരിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലയോ. ഇവരെ ഈ മനുഷ്യരെന്ന് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെയുള്ള സകല മനുഷ്യരിൽ നിന്നും ഈ തേജസ് അങ്ങ് വിട്ടുപോയി. ഈ പാപം നമ്മുടെ അപ്പം ചെയ്തപ്പോ, നമ്മുടെ അപ്പനും അമ്മയും പിതാവും കൂടെ പാപം ചെയ്തപ്പോ പഴം പറിച്ചങ്ങോട്ട് തിന്നുകയും ഈ തേജസ് നമ്മളെ അങ്ങ് വിട്ടുപോയി, പിതാവിൽ നിന്നും പോയി. അവരുടെ മക്കളാ നമ്മള്. അപ്പൊ തേജസ് ഇല്ലാത്ത മക്കളാ ഉണ്ടായേക്കുന്നത്. ഇവന് നമുക്ക് തേജസ് വീണ്ടും തരാൻ വേണ്ടിയാണ് കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചിരിക്കുന്നതും നമ്മുടെ വീണ്ടെടുപ്പ് ഉണ്ടാക്കിയതുമല്ല. ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും ഈ ലൈനിൽ വരുന്ന സകലമായ വിശുദ്ധന്മാർക്ക് ഇത് അറിയാവുന്ന കാര്യമാണ്. എങ്കിലും നമ്മളിത് വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് പറയുകയും ചിന്തിക്കുകയും നമ്മുടെ ദൈവത്തെ പൂഴ്ത്തുകയും ചെയ്യുക എന്നൊരൊറ്റ കാര്യമേ നമുക്കിനിയും ചെയ്യാൻ ഒക്കത്തുള്ളൂ. നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുകയല്ല. അറിവ് വർദ്ധിക്കുന്ന നല്ലതുമാ, പക്ഷേ അതല്ല നമ്മളിവിടെ പ്രവർത്തിക്കുക. നമ്മുടെ ദൈവത്തിന്റെ ക്രിയകളെ കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജഡം തന്നെ ഈ 9,000 വർഷം 900-ന് മേൽ വർഷം കൊടുത്തു കഴിഞ്ഞിട്ടും ദിവസവും പാപം ചെയ്യുക. എത്രയേ പാപം ചെയ്യുമോ അത്രയേ പാപം ചെയ്യുക. ദൈവത്തെ അങ്ങ് ദുഃഖിപ്പിക്കുക. ഒരു സതികെട്ട് ദൈവം പറഞ്ഞു ഇവന് ശരിയാകത്തില്ല, ഇവന്റെ ആയുസ് അങ്ങ് കുറയ്ക്കാം. അപ്പൊ ആയുസ് കുറയ്ക്കുന്നത് ഇവനെ ദോഷം ചെയ്യാൻ വേണ്ടി കുറച്ചൊന്നുമല്ല. എങ്ങനെയെങ്കിലും ഈ സമയം ഈ ദൈർഘ്യം ഇങ്ങനെ കുറച്ചുകൊണ്ട് വന്നിട്ട് ഇവൻ നമുക്ക് നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കാനാണ് ദൈവം ശ്രമിക്കുന്നത്. അല്ല നമുക്ക് കുറച്ച് ആയുസ് കളഞ്ഞിട്ട് ദൈവത്തിനൊന്നും സാധിക്കാനില്ല. ദൈവം നിത്യനായ ദൈവവും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എത്രയോ നമുക്കത് ഇമാജിൻ ചെയ്യാനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. അതങ്ങനെയുള്ള ദൈവത്തിന് മനുഷ്യനിവിടെ 1000 വർഷം താമസിച്ച് അവനിഷ്ടം പോലെ ഭക്ഷണം കഴിച്ചിരിക്കുന്ന ജീവിച്ചോട്ട് അതിനുവേണ്ടിയല്ലേ സൃഷ്ടിച്ചത്. അതിനാ സൃഷ്ടിച്ചത്. യുഗായുഗം വാഴാനാണ് സൃഷ്ടിച്ചത്. നല്ല രീതിയിൽ സൃഷ്ടിച്ചപ്പോൾ വിശാലുമായിട്ട് ചേർന്ന് ദൈവത്തെ പോലെ ശ്രമിച്ചോടിയ ആ കുളം എല്ലാം തീർന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവനെ ഇനി ആത്മാവ് വിട്ടുപോയി. ഇവൻ ജനം തന്നെയാവുണ്ട്. ഇവന്റെ ആയുസ് 120 വർഷമാക്കി ഞാൻ കുറയ്ക്കാം. ഇവനെ നന്നാക്കി എടുക്കാം. ആ 120-നകത്തിട്ട് നന്നാക്കിയാൽ മതിയല്ലോ. അല്ലെങ്കിൽ ഇവനെ കുറച്ചുകൂടെ കൊടുത്താൽ കുറച്ചുകൂടെ പാവം ചെയ്യും. അത്രമാത്രം. അതുകൊണ്ട് ഇവന്റെ വയസ്സ് 120 ആക്കി. ഇപ്പൊ അതും കുറച്ച് 80 ആക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ കാലത്ത് വന്നപ്പോ അതും കുറച്ചു. ഒരു 60 വയസ്സ്, ഒരു 40 വയസ്സ്, 50 വയസ്സ് മിനിമം വെച്ചാ ഇപ്പൊ ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പത്രം എടുത്ത് നോക്കിയാൽ 60 താഴെയാ മുഴുവൻ പേര് മരിക്കുന്നത്. പഴയ ആൾക്കാർ മാത്രമായി അതിന് മേലോട്ട് പോകുന്നത്. ബാക്കിയുള്ളവരെല്ലാം 60 വയസ്സിൽ താഴെ മരിച്ചുകൊണ്ടിരിക്കുക. കാര്യം ഇവനെ അതും ദോഷത്തിലല്ല. ഇവനെ 60 വയസ്സിനകം നന്നാകാൻ ഇവനെ 60 എപ്പോ ശരിക്കും പറയാം. ഒരു സ്കൂളിനകത്ത് ഒരു ദിവസം 7 പീരീഡ് ഉണ്ട്. അപ്പൊ ഈ പിള്ളേർ ഇരുന്ന് അങ്ങ് മുഷി എങ്ങനെ വീട്ടിലോട്ട് പോകുന്ന പിള്ളേരിരിക്കുന്നത്. മണി 4 മണി എങ്ങനെ അടിക്കുമെന്ന് നോക്കിയിരിക്കുക. അപ്പം ആ പീരീഡുകൾ ഇന്ന് 2 പീരീഡ് നേരത്തെയാ വിടുന്നെന്ന് പറയുമ്പോഴത്തേക്ക് പിള്ളേർക്കെല്ലാം എന്തോ ആനന്ദമാണെന്നറിയാം. അതുപോലെയാ ഇപ്പൊ സംഭവിക്കുന്നത്. മനുഷ്യനിങ്ങനെ 80 വയസ്സ് തൊട്ട് കഴിയുമ്പോഴും ആ പീരീഡ് വെട്ടിച്ചുരുക്കിയിട്ട് ഇപ്പൊ 60 ആക്കി. ഇവനെ 10, 25, 30 വയസ്സാകുമ്പോൾ കൂടെ ജനം അങ്ങ് മരിക്കുക. ഈ 60 വയസ്സിൽ താഴെ 60 വയസ്സിന് മേലോട്ട് ഇപ്പൊ അങ്ങനെ ആരും പോകുന്നേ ഇല്ല. ഈ കഴിഞ്ഞ ഒരു തലമുറ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അത് ഇവനെ 60-നകത്തിട്ട് ഇവനെ മരിക്കിയെടുത്ത്
ഇവനെ സ്വർഗരായിട്ട് കൊണ്ടുപോകാന്നുള്ള ദൈവം ഈ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇവന്റെ ആയുധം കുറച്ചിട്ട് ദൈവത്തിനൊന്നും സാധിക്കാനില്ല. അതുകൊണ്ടാണ് ഈ ദുഷ്ടനെ കൊല്ലാതിട്ടേക്കുന്നത്. ഇവനെ അങ്ങനെ ഈ ഭൂമിയിലെങ്കിലും അങ്ങ് ജീവിച്ചങ്ങ് സുഖം അനുഭവിക്കുന്നത്. കാര്യം പോകാൻ പോകുന്ന നിത്യ നരകമാണ് കർത്താവ് അറിയാം. കാര്യം ഏസാവ് ഗുണപ്പെടുത്തില്ലെന്ന് ദൈവത്തിന് നേരത്തെ അറിയാം. ഏസാവിനെ കർത്താവ് ഒന്നും ചെയ്തതുമല്ല, ഏസാവിന്റെ സ്വഭാവം നിമിത്തം ഇവൻ ഇങ്ങനെ ആവുകയുള്ളെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഏസാവിനെ ദേശിച്ച് യാക്കോബിനെ സ്നേഹിച്ചെന്ന് എഴുതിയിരിക്കുക. അല്ലാതെ ദൈവത്തെ നോക്കില്ല. ഇവന്റെ കയ്യിലിരിപ്പ് ഇതാ, ഇവൻ ഇങ്ങനെ വരാൻ പോകുന്നത്. ശൗലിനോട് പല വിഷമവും ദൈവത്തിനുണ്ടോ. 40 വർഷം കൊടുത്തിട്ട് ഇവന് 40ാമത്തെ വർഷം ഇവൻ എങ്ങനെങ്കിലും ഗുണപ്പെടും. ഇവൻ ഇന്ന് ഗുണപ്പെടും. ആഹാവെന്ന് പറഞ്ഞവനെ എങ്ങനെങ്കിലും ഗുണപ്പെടും. അതിനെ എന്തോ ഇവരോട് പറയുന്നത്. ഇഷ്ടം പോലെ ഭക്ഷണവും എല്ലാം കൊടുത്ത് ഈ നല്ല ദൈവത്തെ ദുഃഖിപ്പിക്കാതെ എന്ത് ചെയ്താൽ പോരാ. ആ ശൗല് ഒന്നാമത്തെ രാജാവായ കന്നാലിയെ വെച്ചുകൊണ്ട് നടന്നവനെ കർത്താവ് കൊണ്ട് കണ്ടെത്തി ഇസ്രായേലിന്റെ രാജാവായ അഭിഷേകം ചെയ്തു. എന്നിട്ട് ഇവൻ തെറ്റിപ്പോയി കഴിഞ്ഞ ശേഷം 2 വർഷമേ ഇവന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ പേര് ഇവനെ ദുരാത്മാവാണ് ബാധിച്ചത്. അത് കഴിഞ്ഞിട്ട് 38 വർഷം ഗുണപ്പെടും ദൈവം നോക്കിക്കൊണ്ടിരുന്നു. അവസാന ദിവസം ത്യാഗത്തിന്റെ തലേ ദിവസം ഇവൻ ചെയ്ത പണി ആ സ്ത്രീയെ അടുക്ക ചെന്ന് അരുളപ്പാട് ചോദിക്കാൻ പോയി. അപ്പൊ നാളെ ചാകുക. അപ്പൊ എന്നോട് ഞാനിപ്പോ ഓരോ സംഭവം വരുമ്പോ എനിക്ക് ലഭിച്ച ചില അറിവുകളൂടെ ഞാനങ്ങ് പറയും. അതുകൊണ്ട് നിങ്ങൾ വിഷമം തോന്നരുത്. ഞാൻ ജ്ഞാനിയൊന്നുമല്ല. എനിക്ക് ദൈവം തരുന്ന ചില അറിവുകൾ അത് ഞാനങ്ങ് പറയുന്നതേ ഉള്ളൂ. ആർക്കെങ്കിലും പ്രയോജനം ആകുന്നതിലാവട്ടെ. അപ്പൊ ഒരു 10-40 വർഷം മുമ്പ് ഞാൻ ഒരു ട്രാവൽ ഏജൻസി ജോലി ചെയ്യുമ്പോൾ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു യാക്കോബുകാരൻ ഒരു പയ്യനുണ്ട്. അപ്പൊ ഞാൻ അവനോട് എപ്പോഴും ഇങ്ങനെ വചനത്തെ കുറിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ തർക്കിച്ചുകൊണ്ടിരിക്കുക അവൻ പറയാ, യാക്കോബുകാരൻ പ്രാർത്ഥിക്കുന്നതിന് ഞാൻ നിനക്കൊരു വചനം കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനം എടുത്തു. ഈ ശൗല് മരിക്കുന്ന ആ രാജ്യത്ത് അവരുടെ വചനം ഇവനെടുത്തു. സത്യം പറയാൻ എനിക്കും അതിനകത്ത് കള്ളമുണ്ട്, എന്തോ തെറ്റുണ്ട്, സത്യമല്ല കാര്യമൊന്നും എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ ഇവനോടെങ്ങനെ ഇത് പറയുന്നേ, അതിനുള്ള അറിവ് എനിക്കില്ലായിരുന്നു. ഞാൻ പിന്നെ ആ വചനം ഇവൻ പറഞ്ഞത് വെച്ചോണ്ട് ഞാൻ ഇങ്ങനെ ദൈവത്തോട് നിരന്തരം പറഞ്ഞു. അങ്ങനെ ദൈവം എനിക്ക് പിന്നെ അതിന് വേണ്ടുന്ന വെളിപ്പാട് തന്നു. എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ഞാൻ ഈ ദേവൻ കയറി വരുമ്പോൾ ആ സ്ത്രീ വെളിച്ചപ്പാർത്തി പറഞ്ഞു, വെളിച്ചപ്പാർത്തിയോട് ശൗലി ചോദിച്ചത് നീ എന്തോ കാണുന്നു ചോദിച്ചോണ്ട് ഒരു ദേവൻ കയറി വരുന്നു, അവനെ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. പറഞ്ഞിട്ട് ഈ ശൗല് സാഷ്ടാംഗം വീണിട്ട് ശമൂവേൽ അടുക്ക വന്നിട്ട് ചോദിച്ചു, നീ എന്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തുകയെന്ന്. അപ്പൊ മരിച്ചവരോട് പ്രാർത്ഥിച്ചാൽ അവർ വരുമെന്നും അവരോട് പ്രാർത്ഥിച്ചാൽ അവർ കേൾക്കുമെന്നും ഒക്കെ ഇവൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ എനിക്ക് അതിനകത്ത് കുറിച്ച് വിഷമമുണ്ടായി. ഏതായാലും ഈ വെളിച്ചപ്പാർട്ടി വിളിച്ചാല് ഒരു വിശുദ്ധനായ വ്യക്തി വരത്തില്ല. ആ തരമേലെ ശമൂവേൽ പോയിരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ശമൂവേലൊന്നും അങ്ങനൊന്നും ദൈവത്തിന്റെ അരുളപ്പാടൊന്നും കൂടാതൊന്നും മനുഷ്യർക്കാർക്കും പ്രത്യക്ഷപ്പെടാതൊന്നും വരത്തില്ല. ഇപ്പൊ തന്നെ ഏലിയാവും മോശയും ജീവിച്ചിരിക്കുക. പക്ഷെ അപ്പൊ മറ്റേ ആദ്യത്തെ ദൈവദാസൻ ജീവിച്ചിരിക്കുക ആനോക്ക്. അപ്പൊ അവരാരും ആവശ്യമില്ലാതെ ഇവിടെ നമ്മൾ വെളിപ്പെടുകയൊന്നുമില്ല. അവരെ പറഞ്ഞു വിടുമ്പോൾ മാത്രമേ അവരാ ജോലി ചെയ്യത്തുള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കർത്താവിന്റെ വിലയേറിയ വൃത്തേന് ശമൂവേൽ പ്രവാചകരൊന്നും ഈ വെളിച്ചപ്പാർത്തിയുടെ വാക്ക് കേട്ടൊന്നും വരത്തില്ല. പക്ഷെ ഇവനോട് ഇതെങ്ങനെ പറഞ്ഞ് ഗ്രഹിപ്പിക്കുന്ന എനിക്കൊട്ട് അറിയത്തുമില്ല. ഇവത്തെ സ്പഷ്ടമായിട്ട് തന്നെ എഴുതിയിട്ടുകൊണ്ട് ഇങ്ങനെ വന്നെന്നു. പിന്നെ ദൈവാത്മാവ് എനിക്കത് ഗ്രഹിപ്പിച്ചു തന്നത് കാര്യം ഇത് ആഹാബിന്റെ ഒരു കാര്യം വന്നപ്പോഴാണ് ഇത് ഞാൻ ഗ്രഹിച്ചത്. അവിടെ വെച്ച് ദൈവാത്മാവിനോട് പറഞ്ഞു, നീ ഇത് ശ്രദ്ധിച്ച് വായിക്കണമെന്ന് പറഞ്ഞു. ഇതാ അവിടെ സംഭവിച്ചെന്ന് പറഞ്ഞു. അപ്പൊ എന്തോ അവിടെ സംഭവിച്ച ആഹാബിന്റെ കാലത്ത് 2 സാമ്യമുള്ള കാര്യമാണ്. ആഹാബ് ഗിലെയാദിലെ രാമോത്തിലേക്ക് പോയി അവിടെ പട്ടു പോകേണ്ടതിനെ 6 അവനെ വശീകരിക്കും എന്ന് ചോദിച്ചു. എന്നാറേ പല അഭിപ്രായമാണ് അവിടെ വെച്ച് പറഞ്ഞു. എന്നാറേ ഒരാത്മാവ് മുന്നോട്ട് വന്നു, ഞാൻ അവനെ വശീകരിക്കാമെന്ന് ചോദിച്ചു. ദൈവം ചോദിച്ചു, അപ്പൊ സ്വർഗത്തിൽ ഇതുപോലെയുള്ള ചില ആലോചന സഭകളുണ്ട്, അവിടെ ഈ പിശാചിന് കയറിച്ചല്ല. കർത്താവ് അവരോട് ചോദിച്ചു, നീ എങ്ങനെ അവനെ വശീകരിക്കുമെന്ന് ചോദിച്ചു. അവർ ഞാൻ അവന്റെ പ്രവാചകന്മാർ ഇതിന് 400 പ്രവാചകന്മാർ ഇന്ന് പ്രയോഗിച്ചുകൊണ്ടിരിക്കുക. മീഖായാവ് എന്ന് പറഞ്ഞ ഒറ്റ ദൈവദാസനെ ഉള്ളൂ ജയിലിൽ കിടക്കുന്നത്. ബാക്കിയുള്ളവർ മുഴുവൻ ഇവനെ കിടക്കാന്ന് പറയുന്നത് ബൊമ്പുമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ നിൽക്കുക, നല്ല ചിന്തിന്നാണ് നിൽക്കുന്നത്. ഇങ്ങനെ ആഹാബിനോട് പറയാം, നീ പോയി ചെയ്യുന്ന യുദ്ധം ചെയ്തോ, നീ നല്ല സന്തോഷമായിട്ട് ഇങ്ങനെ വരുമെന്നൊക്കെയാ പറയുന്നത്. അപ്പം
അതുപോലെയുള്ള 400 കള്ളപ്രവാചകന്മാർ ഇവരെ ചുറ്റി നിന്ന് പ്രവചിക്കുക. അവനും ആരാധനയുണ്ട്. എനിവേ സ്വർഗത്തിൽ ഈ ആലോചന നടക്കുമ്പോൾ ഈ ആത്മാവ് വന്നു ഇങ്ങനെ ചോദിച്ചു, നീ എങ്ങനെ അവനെ വശീകരിക്കുക എന്ന് പറഞ്ഞപ്പം ഞാൻ അവന്റെ പ്രവാചകന്മാരുടെ വായിൽ പോസ്റ്റിന്റെ ആത്മാവായിരിക്കും എന്ന് പറഞ്ഞു. അയ്യോ ഒട്ടാവ് ഉടനെ പറഞ്ഞു, നീ നിനക്ക് സാധിക്കും, നീ അത് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. ഉടനെ പിശാച് അവിടെ പുറപ്പെട്ടു. അപ്പോൾ സ്വർഗത്തിൽ ആലോചന സഭയുണ്ടെന്ന് ഓർത്തോണം. ആഹാബ് നാളെ അല്ലെങ്കിൽ ഇന്ന് ആ പടയിൽ പട്ടുപോകുമെന്ന് സ്വർഗത്തിലെ ആലോചന സഭയിൽ നിന്ന് പിശാച് വ്യക്തമായിട്ട് കേട്ടു. പിശാചിന് ഒരു മുന്നറിവുമില്ല. കള്ള വഞ്ചക സാത്താൻ, അവൻ കള്ളനാ. അവൻ അവിടെ നിന്ന് ഇപ്പോൾ ദൈവം അനുവദിച്ചിരിക്കുന്നത് കൊണ്ട് അവൻ അവിടെ ചെന്ന് അത് കേട്ടു ദൈവം പറഞ്ഞത്. അത് അവന്റെ നാടകത്തിലായി ഇങ്ങോട്ട് ശമൂവേലിന്റെ അടുക്ക വന്നേക്കുന്നത്. ഇതേ സംഭവമാണ് ശൗലിനുണ്ടായത്. ശൗലും മക്കളും കൂടെ നാളെ പടയിൽ പട്ടുപോകുമെന്ന സ്വർഗത്തിൽ ആലോചന സഭ ഉണ്ടായി. അത് കേട്ട് വന്നിട്ടായി ഈ കള്ളപ്പിശാച് അവന്റെ ഡീമനെ അയച്ച് ആ ഭൂതത്തെ അയച്ച് പറയിപ്പിച്ചു. ഭൂതം വരുന്നത് ഭൂതത്തെ കൊണ്ട് ആക്കി അയച്ചതാണ് ശമൂവേൽ പ്രവാചകന്റെ വേഷത്തിൽ. അല്ലാതെ ഒരു കാലത്തും ശമൂവേൽ പ്രവാചകൻ അവിടെ വരത്തില്ല. കാര്യം ഇതിന് സമാനമായ വേറൊരു കാര്യം, ഭൗതികമായിട്ടൊരു കാര്യം ഞാൻ പറയാം. കുറച്ചു നാൾ മുമ്പ് ഞാൻ മനോരമയെ വായിച്ച അപ്പോഴാണ് ഈ ഭൂതത്തിന്റെ കളി എനിക്ക് അത്രയും പിടികിട്ടിയത്. ഒരു വടക്കേന്ത്യയിലെ ഒരു ഗ്രാമത്തിൽ ഇതൊന്നും എനിക്ക് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് നടന്നായതുകൊണ്ട് ഇതൊന്നും ഞാൻ വ്യക്തമായിട്ടൊന്നും ഇങ്ങനെ സൂക്ഷിച്ചു വെക്കത്തില്ല. ഈ അൽക്കൊക്കെ എന്തിനാ സൂക്ഷിച്ചു വെക്കുന്നത്? ഒരു സ്ത്രീ മരിച്ചുപോയി. ഒരു യൗവനമല്ല, ഇച്ചിരി അത്രയോ ഒരു മധ്യവയസ്കയായ ഒരു സ്ത്രീ മരിച്ചുപോയി. പക്ഷേ ഈ മരിച്ചുപോയ സ്ത്രീ മരിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങേപ്പുറത്ത് കുറച്ചേറെ ദൂരെ വേറെ ഒരു ഗ്രാമത്തില് ഒരു പെൺകുഞ്ഞ് 2.5 വയസ്സോ 3 വയസ്സോ ഉള്ളൂ. അവള് പറഞ്ഞു, ഈ മനുഷ്യന്റെ ഭാര്യയാ ഞാനെന്ന് പറഞ്ഞു. ഈ മരിച്ചുപോയ സ്ത്രീയുടെ ഭർത്താവിന്റെ ഭാര്യയാ എന്റെ പേരിതാ. എന്നിട്ട് ഇയാളുടെ കൂടെ ജീവിച്ചിരുന്ന കാലത്ത് അവൾ ആ വീട്ടിൽ ചെയ്ത കാര്യങ്ങളെല്ലാം ഈ പെൺകുഞ്ഞ് പറയുവാ. എന്നിട്ട് പെൺകുഞ്ഞ് പറയുവാ, ഈ താക്കോൽ ഇന്നടത്തിരിപ്പുണ്ടെന്ന്. ആ വീടിന്റെ താക്കോൽ ഇന്നടത്തിരിപ്പ ചെന്ന് നോക്കിയപ്പോ കൃത്യമായിട്ട് ആ പെൺകുഞ്ഞ് പറഞ്ഞെടുത്തിരിപ്പുണ്ട് ആ താക്കോല്. ഇതാ ഭൂതത്തിന്റെ കളികൾ. ഭൂതം ഒരു വ്യക്തിയെ ഭൂമിയിൽ വെച്ച് ബാധിച്ചു കഴിഞ്ഞിട്ട് ആള് മരിക്കുമ്പോൾ ആ ഭൂതത്തിന് വേറെ ഒരു ജോലി കൊടുക്കുമ്പോൾ അതുകൊണ്ട് യാതാ മുതലുള്ള സമാന വ്യക്തികളെ പിശാചിനെ അറിയാം. പിശാചിന്റെ അവരെ ഏത് ഭൂതമാണ് നയിച്ച് പാപത്തിൽപ്പെടുത്തിയിരിക്കുന്ന അവരെ നരകത്തിൽ കൊണ്ടുപോകാൻ ഏത് ഭൂതത്തെ നിയോഗിച്ചത്, അല്ലെ വിശുദ്ധനെ തെറ്റിക്കാൻ ഏത് ഭൂതത്തിനെ നിയോഗിച്ച് ഇങ്ങനെ റെക്കോർഡ് ഈ പിശാചിനുണ്ട്. അതിനകത്ത് തെറ്റി അങ്ങനെയായി ഭൂതങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ആദാമിനെ പടയിൽ പട്ടുപോകുന്നുള്ള വിവരം നേരത്തെ അറിഞ്ഞതുപോലെ തന്നെ ഈ ശൗലും മക്കളും പട്ടുപോകുന്ന പിശാചിന് നേരത്തെ അറിയാം. അത് ഭൂതമാണ് ആ വെളിച്ചപ്പാട്ടിയെ ഗ്രഹിപ്പിച്ചത്, അല്ലാതെ ശമൂവേൽ അവിടെ വരത്തുമില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു കാര്യം അങ്ങ് വിടുക. ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തി മാനസാന്തരപ്പെടേണ്ടതിന് 38 വർഷക്കാലം കാത്തിരുന്ന ഒരു നല്ലവനായ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഇങ്ങനെ എത്രയോ കർത്താവിന് ദുഃഖമായിരുന്നു. ഇവൻ മരിച്ചയോ, ഇവൻ നരകത്തിൽ പോവാണല്ലോ എന്നാ കർത്താവിന് ദുഃഖം. അയ്യോ കർത്താവിന് എനിക്കിപ്പോഴും ഞാനങ്ങ് സങ്കടം. എനിക്ക് വലിയ ദുഃഖമുണ്ട് ആ ശൗല് നരകത്തിൽ പോയത് നിമിത്തം. എനിക്കങ്ങ് വലിയ ദുഃഖമായി, ഇപ്പോഴും ഓർത്താലും ദുഃഖമാണ്. ശമൂവേലിനോട് പറഞ്ഞു, നീ എന്തിനാ അവനെ കുറിച്ച് ദുഃഖിച്ചോണ്ടിരിക്കുന്നത്? കൊമ്പിൽ കൈരം നിറച്ച് പുറപ്പെടുക, ഞാൻ ജായതമാനില് എനിക്കൊരു രാജാവിനെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് സത്യം തന്നെ. എങ്കിലും ഇത് ആ ധാരണ അന്ത്യം കാണുമ്പോൾ എനിക്ക് മുമ്പേ ആ ദൈവരാത്രി പ്രാർത്ഥിച്ചപ്പം പറഞ്ഞപ്പം അസൂയ കൊണ്ടല്ല, അങ്ങ് സങ്കടം കൊണ്ടങ്ങ് പറഞ്ഞു പോയത്, അല്ലെങ്കിൽ ദേഷ്യം കൊണ്ടല്ല, സങ്കടം കൊണ്ടങ്ങ് പറഞ്ഞു പോയത്. എനിവേ നമ്മൾ നല്ല രീതിയിൽ നിത്യതയിൽ കടന്നുകൂടണം എന്നുള്ളതാണ് നമ്മുടെ ദൈവത്തിന്റെ ആഗ്രഹം. അതുകൊണ്ട് നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമുക്ക് ആഴത്തിലൊരു ബോധം സകല മനുഷ്യർക്കും വേണം. നിന്റെ വചനം അതിവിശുദ്ധമാകുന്നു, അതുകൊണ്ട് അടിയനത് പ്രിയമാകുന്നു. അപ്പൊ ഈ പ്രിയമാകുന്ന വചനം തന്റെ ജീവിതത്തെ തെറ്റൊക്കെ വന്നിരുന്നു ദാവീദിന്റെ. പക്ഷെങ്കിൽ താനെ ഈ വചനത്തെ ആശ്രയിച്ചു, തന്റെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു, കർത്താവിന്റെ കരുണ പ്രാപിച്ചു,
താൻ ദിവസം തോറും ഈ വചനം വായിച്ച കഴിഞ്ഞ ദിവസം ദേവദാസൻ അതാ പറഞ്ഞത്, പാപം ചെയ്യാതിരിക്കുന്നതിന് വചനം അറ്റ്ലീസ്റ്റ് ഒരു 2-3 അധ്യായം ഇങ്ങനെ വായിക്കണം. അത് നല്ല നമുക്ക് അകത്തെ മനുഷ്യനിൽ അത് വലിയ ശക്തി ഉണ്ടായിട്ട് അത് പുറത്തെ മനുഷ്യനിലേക്ക് വ്യാപരിക്കുക. അങ്ങനെ പാപത്തെ ചേർത്ത് പഞ്ചേന്ദ്രിയങ്ങൾ ഇന്നലെ ദേവദാസി എടുത്തു പറഞ്ഞ പഞ്ചേന്ദ്രിയങ്ങളെ അടക്കുന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് സംസാരിച്ചു. പഞ്ചേന്ദ്രിയങ്ങളെ അടക്കാൻ ഒക്കുന്നെങ്കിൽ ഒരിക്കലും വിശുദ്ധ ജീവൻ നയിക്കാനേ ഒക്കത്തില്ല. പഞ്ചേന്ദ്രിയം എന്ന് വെച്ചാൽ ഒന്ന് ചെവി, കണ്ണ്, നാക്ക്, മൂക്ക്, പിന്നെ തൊക്ക്. നമുക്ക് ഈ കണ്ണുകൊണ്ട് നോക്കണമെന്ന് തോന്നിയാൽ അതിനെ കൺട്രോൾ ചെയ്യാനൊക്കത്തില്ലെങ്കിൽ വിശുദ്ധ ജീവൻ നയിക്കാനൊക്കത്തില്ല. കൊണ്ട് നാക്കിനെ കൺട്രോൾ ചെയ്യാനൊത്തില്ലെങ്കിൽ വിശുദ്ധ ജീവൻ നയിക്കാനൊക്കത്തില്ല. ചെവി കൊണ്ട് വല്ലവരുടെ വർത്താനം കേട്ട് രസിച്ച് നമുക്ക് അതിനകത്ത് ഇരിക്കണം തോന്നിക്കഴിഞ്ഞാല് രണ്ടാമതൊന്ന് എന്നിട്ട് പിന്നെയും അത് കേട്ട് അങ്ങനെയുള്ളവർക്ക് വിശുദ്ധ ജീവൻ നയിക്കാൻ ഒക്കത്തില്ല. കാരണം ഇത് അതിവിശുദ്ധമാണ്. അതാണ് 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. നാം സേവിക്കുന്ന ദൈവം ഞാൻ വിശുദ്ധരാകുന്നത് പോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കും. എല്ലാ നടപ്പിലും നാം വിശുദ്ധരായ പറ്റൂ. അതിനാണ് നമ്മളെ കർത്താവ് ശിക്ഷിക്കുന്നത്. അപ്പൻ മകനെ ശിക്ഷിക്കുന്നത് പോലെ നമ്മളെ ഇങ്ങനെ ശിക്ഷിച്ച് അങ്ങനെ പലർക്കും ഈ രോഗങ്ങളൊക്കെ കൊടുക്കുന്ന അതിനാ. അപ്പോൾ വിചാരിക്കും എല്ലാ രോഗവും ആകാമെന്നോ? അല്ല, ഒരിക്കലും അല്ല. നാച്ചുറൽ ഒരു വീട്ടിൽ ഒരു അപ്പനൊരു മകനുണ്ടെന്ന് വിചാരിച്ചു, അപ്പൻ അടിക്കുമ്പോൾ ഒരു മുറിവുള്ളതൊരു വേദന, അതിലൊരു രോഗമാണ്. എന്നാൽ അതല്ല, പനി അപ്പനല്ലേ ഇത് പനി നാച്ചുറലായിട്ടുള്ളതാ. നമ്മുടെ തേജസ്കരിക്കപ്പെട്ട ശരീരം അല്ലാത്തത് കൊണ്ട് ഈ ശരീരത്തെ രോഗം ബാധിക്കും. അതുകൊണ്ട് എപ്പപ്രാസ്തോസ് ധീരമായി കിടന്നപ്പോൾ പൗലോസ് വളരെയധികം വിഷമിച്ച് പ്രാർത്ഥിച്ചു. ഏതായാലും എപ്പപ്രാസ്തോസ് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പം പൗലോസ് വലിയ സന്തോഷമായി. എപ്പപ്രാസ്തോസിനെ മറ്റൊരു സഭയിലേക്ക് അയക്കുന്ന രംഗം ഞാനത് എവിടാന്ന് നോക്കുന്നില്ല, കോരിത്തരില്ലാന്ന് തോന്നുന്നു. എനിക്ക് പിന്നെ പറയാം, അതൊരു വിഷയമല്ലല്ലോ. അല്ലെങ്കിൽ ഫിലിപ്പിയ ലേഖനത്തിലുണ്ട്. അപ്പൊ ഫിലിപ്പിയ ലേഖനത്തില് അയക്കുമ്പം എപ്പപ്രാസ്തോസ് ദീനം വന്നു, മരിപ്പാറായി കിടന്നു. പക്ഷെ ദൈവം സൗഖ്യമായി. എന്തുകൊണ്ടാ അദ്ദേഹം ദീനമായി കിടന്നറിയാമോ? ഈ കർത്താവിന്റെ വേല നിമിത്തമാണ്. എന്ന് വെച്ചാൽ ആ കാലത്ത് ഈ മരുന്നോ മന്ത്രമോ വല്ലതും ഉണ്ടോ? വല്ല പച്ചയിലെയോ ഒക്കെ അല്ലയോ ഉള്ളൂ. യൂറോപ്പാ ഒരു സ്ഥലത്തുനിന്ന് ഇപ്പൊ എരുസലേമിൽ നാ പോന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ പോട്ട് മറ്റേ നമ്മുടെ സിറിയായി അവിടുന്ന് പോന്ന് വിചാരിച്ചു. അവിടുന്ന് പോയപ്പം പടിഞ്ഞാട്ടാ പടിഞ്ഞാട്ട് പോവാ. അവിടെ മുഴുവനും മഞ്ഞും ഭയങ്കര കാറ്റ്. അപ്പന്റെ കാര്യം തന്നെ അറിയത്തില്ല. കൊടുങ്കാറ്റടിച്ചു. ആദ്യം തെക്കൻകാറ്റ് മന്നമാതിരി അടിച്ചു. അപ്പൊ ഇതിങ്ങനെ ക്ലൈമറ്റ് ഭയങ്കര ചേഞ്ച് ഉള്ള സ്ഥലമാണ്. അത് നിമിത്തം താനോ ശുശ്രൂഷയിൽ ശുഷ്കാന്തി കൊണ്ട് ധീരമെങ്കിൽ ജീവൻ, മരണമെങ്കിൽ മരണം, യാതൊരു നോട്ടവും നോക്കാതെ ശുശ്രൂഷിക്കുന്ന വ്യക്തിയാണ് എപ്പപ്രാസ്തോസ്. അപ്പൊ സഭകളെ കുറിച്ച് ചിന്താഭാരവും കണ്ണീരും കരച്ചിലും അവർ പാവം ചെയ്യല്ല, അയ്യോ മത്തായിച്ചൻ പാവം ചെയ്യരുത്, യാക്കോച്ചൻ പാവം ചെയ്യരുത്, അയ്യോ രക്ഷിക്കരെ കർത്താവേ സഹായിക്കരെ, അയ്യോ കർത്താവ് ഇങ്ങനെ പറഞ്ഞ് പുള്ളി ഓടുക. ഒരു സഭയിൽ നിന്ന് മറ്റത്തോട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ പോയ വഴിക്കായി ധീരം പിടിച്ചത്. ഈ ക്ലൈമറ്റിന് പറ്റിയ ധീരമാണ്. അത് ദൈവം ചിന്തിച്ചു തോന്നുന്നതല്ല. പിന്നെ വേറെ അടുത്ത് തിമോഥെയോസിൽ ട്രോഫിമോസിനെ ഞാൻ മിലേത്തില് രോഗിയായി വിട്ടേച്ച് പോകുന്നു. അപ്പം രോഗിയായിട്ട് വിട്ടേച്ച് നന്നാ പിന്നെ പൗരത്തിന്റെ ഒത്തിരി അങ്ങോട്ട് കൊടുത്തു വിട്ടാൽ പോരായിരുന്നു. അതെ, ഇതേ നമുക്ക് ഈ രോഗമോ ഈ മരണമോ ഒന്നൊരു വിഷയം, ഭക്തന് ഇതൊന്നൊരു വിഷയമേ അല്ല. അവന്റെ ചിന്ത എപ്പോഴും ആ കർത്താവ് എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അവൻ ഇത് നോക്കത്തില്ല. രോഗമാണോ മരണമാണോ അതൊക്കെ മരണം കഴിഞ്ഞാൽ പാട്ട് വന്നു പറയും. എങ്ങനെ സുവിശേഷം പറയാം? ഏത് രീതി കർത്താവിന് വേലയായി? എന്നിൽ വല്ല കുറവ് വല്ലതും പറ്റിയോ? ഞാൻ വചനത്തെ വല്ല തെറ്റു വല്ലതും കാണിച്ചോ? എന്റെ ചിന്തയിൽ വല്ല പാവം വന്നോ? എങ്ങനെ വിശുദ്ധീകരിക്കപ്പെടാം? എന്റെ പഞ്ചേന്ദ്രിയങ്ങൾ അടക്കാൻ എനിക്ക് ഒത്തോ? ഇതൊക്കെ അവൻ ഇങ്ങനെ കൂടെ ചിന്തിക്കുന്നത്. ഞാൻ സമയം കൂടെ നോക്കണമല്ലോ. സമയം നോക്കിക്കൊണ്ട് ആയി വരുന്നേ ഉള്ളൂ. അപ്പൊ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ദൈവജനത്തിൽ വരുന്ന രോഗമെല്ലാം കർത്താവ് ശിക്ഷയല്ല. പക്ഷെ കർത്താവ് ശിക്ഷിക്കും. തിരുവത്തായത്തിൽ ശിക്ഷിക്കുന്ന കാര്യം 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തില് എഴുതിയിരിക്കും. അപ്പം അങ്ങനെ ശിക്ഷിക്കുക. അതെന്താണെന്നറിയോ? എല്ലാം ഇതേ ഉള്ളൂ, ഒറ്റ ചിന്തയേ ഉള്ളൂ. നാം അവന്റെ വിശുദ്ധി പ്രാപിക്കണം. ഒന്നും തന്നിഷ്ടമായിട്ടോ അഴുക്കായിട്ടോ ഒന്നും നമ്മളെ ശിക്ഷിച്ച് മുറിവേൽപ്പിക്കാനല്ല. നാം അവന്റെ വിശുദ്ധി പ്രാപിക്കണം. അതിനാ ദൈവമക്കളെ ശിക്ഷിക്കുന്നത്. വേറെ ഒരു ശിക്ഷയും ആ കൂട്ടത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞതുകൊണ്ട് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. എങ്കിലും കർത്താവ് ശിക്ഷിക്കാതെ വിടത്തുമില്ല. അതാ ഒരിക്കല് ഈ
രക്ഷിക്കപ്പെട്ട് കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ശിക്ഷഘട്ടത്തിലെന്ന് പിന്നെ അവന് രക്ഷയോ ഉള്ളെന്നൊക്കെ പറയുന്ന ആവശ്യമില്ലാതെ പഠിപ്പിക്കലുണ്ട്. അതൊക്കെ ഈ വചനം പഠിക്കാത്തത് കൊണ്ട് അവർക്കൊന്നും വചനമൊന്നും അറിയത്തേയില്ല. വചനം അറിയാവുന്ന അവരെ കുറിച്ച് പറയുന്നത് എല്ലാവരും നമ്മളും അങ്ങ് പറയും അവർക്കെല്ലാം ഭയങ്കരമായി. അവർക്കറിയത്തില്ല. അറിയാമായിരുന്നെങ്കിൽ അവരിത് ചെയ്തേനെ. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണമെന്നുള്ളത് വ്യക്തമല്ലയോ? അത് 19-ാം അധ്യായത്തെ അപ്പോസ്തലർ കണ്ടില്ലയോ? വായിക്കരുതോ? അപ്പോസ്തലനായ പൗലോസ് 12 പേരെ കണ്ടു. 12 പേരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? ഇല്ല. ഇല്ലയോ പരിശുദ്ധാത്മാവ് പ്രാപിച്ചില്ലയോ? പരിശുദ്ധാത്മാവ് പ്രാപിക്കണമെങ്കിൽ ഉടനെ പുള്ളി അതിന്റെ ബിഗിനിങ് തുടങ്ങി. സ്നാനം ഏതായിരുന്നു? ഉടനെ സ്നാനപ്പെട്ടി. പിന്നെ കൈ അങ്ങോട്ട് വെച്ച് കൊടുത്തു. പിന്നെ കൈ കൊടുക്കണ്ടായിരുന്നല്ലോ. പരിശുദ്ധാത്മാവ് പ്രാപിക്കണ്ടായിരുന്നു. അങ്ങ് പൊക്കോട്ടെ. ഇത് പിന്നെ എന്നാ നിന്നത്? എങ്ങും നിന്നിട്ടില്ല. ഇത് അന്ന് മുതൽ ഇനി നിൽക്കുന്നത് കർത്താവിന് വരവെങ്കിലേ ഉള്ളൂ. അതുവരെ ഇത് ഇങ്ങനെ ഉണ്ട്. ആത്മാവ് നമ്മളെ കൊണ്ട് പോകുന്നിടം വരെ ഇത് ഭൂമിയിലുണ്ട്. ഇത് വന്നിട്ട് പോയിട്ടില്ല. ഇവർക്ക് വചനം അറിയത്തില്ല. അവർ ചുമ്മാത് പറയുന്ന, അവരോട് തർക്കിക്കാൻ നമുക്ക് നേരവുമില്ല. അവരെ അങ്ങനെ അങ്ങ് വിശ്വസിച്ചോട്ട്. പക്ഷെ നമ്മള് ദൈവത്തിന്റെ നേരെ ഉറച്ച് വിശ്വസിക്കുക. ദൈവം നമ്മളെ ശിക്ഷിക്കുന്നത് കർത്താവിന്റെ വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടിയാണ്. നാം വിശുദ്ധരായിട്ട് കർത്താവിന് തന്നെ നിൽക്കേണ്ടവരാണ്. അതിന്റെ മുഴുവൻ പ്രയോജനവും നമുക്ക് തന്നെയാണ്. കർത്താവിനല്ല. കർത്താവിന്റെ സന്നിധി നീതി വസിക്കുന്ന പുതിയ ആകാശത്തിന് പുതിയ ഭൂമിയിൽ നമ്മൾ നിത്യം വസിക്കേണ്ടതിന് അവിടേക്ക് ഇറങ്ങി വരുന്ന ആ സ്വർഗീയ ജെറുസലേം, അതിനെക്കുറിച്ച് 21 വെളിപ്പാട് 21 വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അവിടേക്ക് ഇറങ്ങി വരുന്ന ആ കൂടാരം, ആ വലിയ ക്യൂബ്, അത് ആ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം എന്ന് പറഞ്ഞ അതിഭയങ്കരമായ ആ ക്യൂബ് ഇറങ്ങി വരുമ്പോൾ അത് ഈ പുതിയ ജെറുസലേം എന്ന നഗരം ഇറങ്ങി വരിക, നീതി വസിക്കുന്ന പുതിയ ആകാശത്തിന് പുതിയ ഭൂമിയിലും വസിക്കുക. അവിടേക്ക് ഇറങ്ങി വരുമ്പോ നമുക്കവിടെ ഒരു സ്ഥാനം സകല വിശുദ്ധന്മാരും കൊണ്ടൊരു അവകാശം ലഭിക്കണം. അതിനാ ദൈവം ഉദ്ദേശിക്കുന്നത്. അല്ല ദൈവത്തിന് വേറെ ഒരു ചിന്തയുമില്ല. അവിടെ മനോഹരമായ മാൻഷൻസ് അതിനകത്തുണ്ട്. ഓരോ വിശുദ്ധനും ഇതിൽ ഭയങ്കരമായ ദേവദാസന്മാർ പറയുന്നത് 1500 മൈൽ നീളം, 1500 മൈൽ ഉയരം, 1500 മൈൽ വീതി എന്ന. അയ്യോ എന്റെ ദൈവമേ, ഞാൻ അന്ന് ചിക്കാഗോയിലായിരുന്നപ്പോ CH കൊണ്ടെടുക്കപ്പെട്ടോട്ടും നോക്കി. അപ്പൊ ഞാൻ ഇതിന്റെ ദൂരം ഇങ്ങനെ അളന്നു വെച്ചാൽ ഈ കാലം കൊണ്ട് ഇങ്ങനെ അളക്കാം. ഒരു സ്റ്റെപ്പ് മുതൽ ഒരു സ്റ്റെപ്പ് വരെ ഇച്ചിരി ഒരു ന്യായമായിട്ടുള്ള ചോട് വെച്ചാൽ 3 അടിയാണ്. അപ്പൊ ഞാനത് നടന്നപ്പം എനിക്ക് തോന്നുന്നു എന്റെ 200 അടി ഉള്ളൂ. അത് അല്ലെങ്കിൽ അത്രയും ബാക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ മിക്കവാറും അതിന്റെ അടുക്ക കൂടെ പോയിട്ട് വന്നായിരുന്നു. കാര്യം എനിക്ക് കനോഷയിലാണ് പോകേണ്ടത്. അപ്പൊ ഞാൻ ഈ ട്രെയിൻ കയറി അങ്ങേപ്പുറത്തെ ട്രെയിൻ പോകണമെങ്കിൽ ഇതിനെ മുന്നേ കൂടെ വേണം പോകാൻ. എനിവേ ഞാനപ്പം പിന്നെ ഇതിന് കണക്ക് കൂട്ടി നോക്കി. 1 മൈലിനകത്ത് തന്നെ എത്ര CH ടവർ ഇരിക്കുമെന്നറിയാമോ? ഈ CH ടവറിനകത്ത് തന്നെ എത്ര പേർക്ക് താമസിക്കാമെന്നറിയാമോ? അപ്പം 1 മൈലിനകത്ത്, 1 മൈലെന്ന് പറഞ്ഞാൽ 5000 ചില്ലുവാനം അടിയാ. അത്രയുമാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ചുമ്മാ കമ്പ്യൂട്ടറിലോട് നോക്കിയാൽ തന്നെ അറിയാം. എനിവേ ഞാൻ ഓർമ്മയുന്ന ഇതൊക്കെ പറയുന്നു. അങ്ങനെ വരുമ്പോൾ CH ടവറിന്റെ ഉയരം തന്നെ വെറും തുച്ഛമായ ഉയരമേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള എത്ര CH ടവറാ? ഇത് ചിന്തിക്കാനൊക്കെ ഇമാജിൻ ചെയ്യാനൊക്കത്തില്ല. 1 മൈലിനകത്ത് എത്ര CH ടവർ ഇരിക്കും? 1 മൈലിനകത്ത് 200 അടി വീതിയേ ഉള്ള ആകാരുന്നത്. അത് അപ്പൊ എത്ര CH ടവർ 1 മൈലിനകത്തിരിക്കും? അപ്പം ദൈവമക്കൾക്കെല്ലാം ഇഷ്ടം പോലെ പാർപ്പാൻ അവിടെ സാഹചര്യമുണ്ട്. പക്ഷെ ഒരു കാര്യം കർത്താവ് വാണിങ്ങി തരുന്നുണ്ട്. നിനക്ക് ഞാൻ ഇത് ഒരുക്കിയിരിക്കുന്നെങ്കിലും നിന്റെ നിലവിളക്കിയാൽ നീക്കിക്കളയാൻ സാധ്യതയുണ്ട്. അത് നീക്കിക്കളയാതിരിക്കേണ്ട ചുമതല എന്റേതല്ല. ഞാൻ ഇവിടെ നിന്നെ നോക്കിയിരിക്കുക. നീ ഓടുന്നത് നിന്നെ പറഞ്ഞ് ഞാൻ നിന്നെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നിൽക്കുക. പക്ഷെ ഓടേണ്ട ചുമതല നീ ഇത് പൂർത്തീകരിച്ചേ പറ്റൂ. അത് വിജയകരമായി നീ പൂർത്തീകരിക്കണം. അതിന് വേണ്ട ഘടകവും ഞാൻ തന്നിട്ടുണ്ട്. നീ അത് ചെയ്യണം. തന്നില്ലെങ്കിൽ, നീ ജയിക്കുന്നില്ല എങ്കിൽ നിന്റെ പ്രവൃത്തിയൊക്കെ കൊള്ളാം. വളരെ നല്ലതാണ്. നീ വളരെ ഉത്സാഹമായിട്ടായിട്ടല്ല ചെയ്യുന്നേ. ഈ തെരുവിലൊക്കെ നിന്ന് ഈ ബോർഡൊക്കെ പിടിക്കുന്നത് നല്ലതാ. പക്ഷെങ്കിൽ എന്നോടുള്ള സ്നേഹമുണ്ടല്ലോ, ആദ്യ സ്നേഹം എന്ന് വെച്ചാൽ അതേ സ്നേഹം ഉണ്ടെങ്കിലേ നമുക്ക് ഈ ശരീരത്തെ പ്യൂരിറ്റിയായിട്ട് സൂക്ഷിക്കാനൊക്കത്തുള്ളൂ. ദൈവസ്നേഹം ഇല്ലായെങ്കിൽ നമ്മൾ ലോകത്തോടുള്ള സ്നേഹത്തെ പറ്റിയിട്ട് നമ്മൾ പാപമംഗലമാകും. ഇതിന്റെ ഓരോ സെല്ലും യഹോവയാൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കണം. ഇതിന്റെ ചിന്താമണ്ഡലങ്ങളെ, ഹൃദയ വിചാരങ്ങളെ യഹോവയാൽ വിശുദ്ധീകരിക്കപ്പെട്ട് ഇല്ലാതെ ഉപയോഗിക്കണം. അപ്പോൾ അതാ ഇന്നലെ ദീവദാസി പറഞ്ഞ നമ്മളെ എന്തുകൊണ്ടാണ് വസ്ത്രം കഴുകുന്നേ? വസ്ത്രം കഴുകിയിട്ടാ ഉയർത്ത. നമ്മളാരും ശരിയൊന്നും കഴുകിയിട്ടതല്ല.
നമ്മളങ്ങോട്ട് പോയ വഴിക്ക് ഈ അതിലിരുന്ന് മുഴുവൻ പൊടിയുണ്ട്. ആ പൊടി ഈ വസ്ത്രത്തെ പറ്റുന്നത് സ്വാഭാവികമാ. അപ്പോൾ അത് കഴുകേണ്ട കാര്യം നമ്മളേതാ. അതിനാണ് കുഞ്ഞാടിന്റെ രക്തത്തെ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് എഴുതിയിരിക്കുന്നത്. ഈ അങ്കി നമുക്ക് തന്നിരിക്കുന്ന വിശുദ്ധമായി ഇത് അങ്കിയെ ദിനംതോറും ഇത് അലക്കി വെളുപ്പിക്കണം. ആ വെളുപ്പിക്കുന്ന ചുമതല നമ്മുടെ. അത് രാവും പകലും നമ്മൾ അതിനാ ദിവദാസനം. രാത്രി എഴുന്നേൽക്കുകയാണ്. 3 മണിക്ക് എഴുന്നേറ്റു. ഒരു തരത്തിൽ 12 മണി മുതൽ 3 മണി വരെയൊക്കെയുള്ള സമയത്ത് ചാലും നേരം കിടക്കും. അപ്പം അടുത്ത യാവും നോക്കണ്ടായോ? അടുത്ത യാവും നോക്കിയാൽ 3 മണി വന്നു. 3 മണി വന്നപ്പോൾ പുള്ളി അതിന് മുമ്പ് എഴുന്നേറ്റാ. അപ്പൊ അതിന് മുമ്പ് ശകലം നേരെ കിടന്നുള്ളൂ. അപ്പം പിന്നെ എഴുന്നേറ്റ് പിന്നെ വചനം വായിക്കുക. അങ്ങനെ വായിച്ച് വചനം ധ്യാനിക്കണ്ടായോ? 3 മണിയൊക്കെ കഴിയണമല്ലോ. അപ്പൊ അത് കുറച്ചുകൂടെ നേരമായി. അങ്ങനെ 6 മണിയായപ്പോ ഈ 4 യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ, ഈ രാജാവായിട്ടും 4 യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുക വചനം ധ്യാനിക്കാൻ. അയ്യോ, അദ്ദേഹത്തിന് സമയമുണ്ടെങ്കിൽ പിന്നെ എന്താ എനിക്ക് സമയമില്ലാത്തന്നാ ഞാൻ ഈ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നതില്ല കേട്ടോ. ഞാനിപ്പോ വാക്കുകൊണ്ട് അങ്ങനെ പറഞ്ഞെങ്കിലും അത്രയും ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ദൈവം തരുന്ന കൃപയ്ക്കത്തോളം ചെയ്യുന്നുമുണ്ട്. എന്നാൽ ഇത്രയും പോരാ. ഇങ്ങനെയല്ല അപ്പോസ്തലന്മാർ ചെയ്തതുപോലെ എനിക്ക് ചെയ്യണം. അപ്പോസ്തലന്മാർ എങ്ങനെ അപ്പോസ്തലന്മാർ ചെയ്ത അതിശയ പ്രവൃത്തിയല്ല, അത് ജയിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള പോലെ ചെയ്തോട്ടെ. പക്ഷെ അപ്പോസ്തലന്മാർ എങ്ങനെ വിശുദ്ധരായിരുന്നോ അതുപോലെ എനിക്ക് വിശുദ്ധരാണ്. കാരണം പത്രോസിന് കഴിഞ്ഞെങ്കിൽ എനിക്കത് കഴിയും. അത് കഴിയുന്ന മാർഗമാണ്. ഇത് കഴിയാത്ത കാര്യമൊന്നും നമ്മുടെ കയ്യിലൊന്നും ചുമതല. പത്രോസിന് അത് കഴിഞ്ഞെങ്കിൽ എനിക്കും വിശുദ്ധ ദൈവം നയിക്കാൻ കഴിയും. പൂർത്തി വിറത്തി കഴിയും. പൗലോസ് അപ്പോസ്തലൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും കഴിയും. അത് എടുത്ത് ചോദിച്ച് വാങ്ങിച്ച് ശക്തി വാങ്ങിച്ച് അത് കഴിയേണ്ട ചുമതല എനിക്കുണ്ട്. യുദ്ധം ചെയ്യേണ്ടത് എന്റെ ചുമതല, ശക്തി തരുന്നത് ദൈവത്തിന്റെ ചുമതല, ചോദിക്കേണ്ടത് എന്റെ ചുമതല, തരുന്നത് കാര്യം കർത്താവിന്. അവന് അളവ് കൂടാതെ ആത്മാവിനെ പകരുന്ന യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലുണ്ട്. അളവ് കൂടാതെ എല്ലോ ആത്മാവിനെ പകരുന്നത്. അത് ചോദിച്ചു വാങ്ങിക്കണം. തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന് എത്ര അധികം നൽകാമെന്ന് കർത്താവ് സുവിശേഷത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അത് നമ്മൾ ചോദിച്ചു വാങ്ങിക്കണം. ഈ ചോദിച്ചു വാങ്ങിക്കുന്ന മുഴുവനും ഇതാ മെയിൻ കാര്യം. അവർക്ക് ജയിക്കുക എന്നുള്ളതാണ്. ഈ ആദിമ കാലത്തെ ആ വിശുദ്ധന്മാർക്ക് അവർ ജഡമായിരുന്നു, അവർക്ക് ഒത്തില്ല. ഈ ഒരു വ്യക്തിക്ക് പോലും ആത്മാവിനെ കൂടാതെ വിശുദ്ധ നയിക്കാൻ കഴിയത്തില്ല. അത് ന്യായപ്രമാണത്തിൽ തെളിയിച്ച കാര്യമാണ്. അത് തെളിയിക്കുന്ന കാര്യമാണ് റോമാലേഖനം 7-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുക. അല്ലാതെ പുള്ളിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ തിരമാലയുടെ കൂട്ടി ഇങ്ങനെ താഴുക പൊങ്ങുക പിന്നെ ഇങ്ങനെ ഒരുമാതിരി ആ രീതിയല്ല പൗലോസ് അപ്പോൾ വലിയ ജ്ഞാനിയായ മനുഷ്യനാ. ആ റോമാലേഖനം 6 ഒക്കെ വായിക്കണം. റോമാലേഖനം 6-ന്റെ 12 എന്തുവാ? പാപത്തിന് സമർപ്പിക്കുകയുമരുത്. ഇത് പറഞ്ഞിട്ട് 6-ാം അധ്യായത്തിൽ പറഞ്ഞിട്ട് പുള്ളിക്ക് എന്നാ അവിടെ കൺമോഹം വന്നു, അതോ ജഡമോഹം വന്നു? പുള്ളിക്ക് പിന്നെ പുള്ളി 7-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെ ഞാൻ പാപത്തിന്റെ ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും ആത്മാവ് കൊണ്ട് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ എത്തിക്കുന്നത്. അങ്ങനെ ഈ ആവശ്യമില്ലാതെ ആരെങ്കിലും ഒന്ന് പഠിപ്പിക്കും. പിന്നെ എന്റെ ദൈവമേ അതും പറഞ്ഞുകൊണ്ട് മാറും. എനിക്കതൊന്ന് സങ്കടം. ചുമ്മാ ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ഈ റോമാലേഖനം എഴുതുന്നതിന് മുമ്പ് എഴുതിയ ഗലാത്യലേഖനം, ഈ ഗലാത്യലേഖനം എഴുതുമ്പോൾ താൻ അവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം തനിക്കെന്നാ വീഴ്ച പറ്റിയോ? തനിക്ക് ഒരിക്കലേ വീഴ്ച പറ്റുള്ളൂ. പിന്നെ ആ സ്വർഗീയ ദർശനത്തിന് പിന്നെ അനുസരണക്കേട് ആ കാണിച്ചിട്ടില്ല. തനിക്ക് ഇഷ്ടമുള്ളപ്പം പാപത്തിന്റെ രാഗമൊന്നും തന്റെ ശരീരത്തിന് പൊങ്ങിയാല് താൻ ഒന്ന് ഓരോരുത്തരുടെ മുമ്പിൽ എഴുതിയിട്ടുണ്ട്. മറ്റുള്ളവരോട് പറഞ്ഞിട്ട് തീരാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ അത് എന്നിട്ട് അടിമയാണെന്ന് പറയുന്നു. നമ്മളോട് നിങ്ങളുടെ പാപത്തിന്റെ ചിന്തകള് നിങ്ങളുടെ ജഡത്തിൽ വാഴരുത്, മോഹങ്ങൾ ജനിക്കുവാൻ അങ്ങനെ ആകരുതെന്ന് നമ്മളോട് പറഞ്ഞിട്ട് പുള്ളിക്ക് ഇടയ്ക്കിടയ്ക്ക് മോഹം പറ്റേ. എവിടെ പുള്ളിക്ക് 7-ാം അധ്യായത്തിന്റെ ഒടുവിൽ എവിടെ പുള്ളിക്ക് തെറ്റിയേ? പുള്ളിക്ക് തെറ്റിയതല്ല, ന്യായപ്രമാണത്തിന്റെ കാര്യവും കൃപയുടെ കാര്യവും കൂടെ തന്നെ ഏകോപിപ്പിച്ച് പറയുക. ന്യായപ്രമാണത്തിന് കീഴിലുള്ളവന് ഇത് കഴിയത്തില്ല. ന്യായപ്രമാണത്തിന് കീഴിലുള്ളവന് പാപത്തെ ജയിപ്പാൻ കഴിയത്തില്ല. അഭിപ്രായത്തിൽ പറയുന്നത് പോലെ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മ ഉണ്ടാകാമെന്നുള്ളതല്ലാതെ അതിന് ഒരു ശാശ്വത പരിഹാരം വരുത്തുവാനും കഴിയത്തില്ല. എന്നാൽ പരിശുദ്ധ അതാ 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നേ. അതുകൊണ്ട് ക്രിസ്തുവേശുള്ള അവിടെ വേറെ ഇംഗ്ലീഷ് ഒരു വാക്യം അതാ ഈ ക്രിസ്തുവേശുവിൽ
ഇല്ലെന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ആത്മാവിനെ അനുസരിക്കുന്നവർക്കൊന്നൂടൊരു വാക്യമുണ്ട്. അത് മലയാളത്തിൽ ഇല്ല. ഈ ആത്മാവിനെ അനുസരിക്കണം. ആത്മാവിനെ അനുസരിക്കാമെങ്കിൽ ജനത്തിന്റെ പ്രവർത്തനങ്ങളെ നാം നിവർത്തിക്കയില്ല. ഇല്ല ഇല്ല. അതുകൊണ്ട് ആ ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞ കാര്യം ഉദ്ധരിക്കാൻ വേണ്ടിയാണ് 7-ാം അധ്യായം എഴുതിയിരിക്കുന്നത്. അതാണ് എനിക്ക് പ്രതിപാദ്യം. 6-ാം അധ്യായവും 8-ാം അധ്യായവും വായിക്കുമ്പോൾ അറിയാം തന്റെ ജീവിതത്തിൽ വന്ന ചിലർ പറയുന്നുണ്ട്, അയ്യോ ഇപ്പൊ ഈ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസിന് പോലും വിശുദ്ധ ജീവിതം നയിക്കാൻ ഒത്തിരി, അയ്യോ എന്തോ ഒരു തെറ്റായി പറഞ്ഞു പിടിപ്പിക്കുന്ന, അയ്യോ എന്തൊരു കഷ്ടമായിരുന്നു എനിക്കുന്നേ. ഇതൊക്കെ വലിയ കൊടിയ തെറ്റാണ്, വഞ്ചനയാണ്, അറിയാതെ വഞ്ചന ചെയ്യുകയാണ്, ജനത്തോട് പോലും തെറ്റായിരിക്കുന്നത്. ഇത് കഴിയുന്ന മാർഗമാണ്. ഇത് 100% വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയുന്ന മാർഗമാണ് ഈ പുതിയ നിയമത്തിന്റെ ഉപദേശം. അത് ആ പരിശുദ്ധാത്മാവിനും യേശുവിന്റെ രക്തത്താലും പ്രാർത്ഥനയാലും വചനധ്യാനത്തിനും ഈസിയായിട്ട് കഴിയുന്ന കാര്യമായത്. അതിന് കഴിയാത്തവരൊക്കെ തോന്നുമ്പം പഞ്ചായത്തിനെ വെച്ച് പാപം ചെയ്യും. അതേ ഉള്ളു കാര്യം. അതുകൊണ്ട് അവർ രക്ഷപ്പെടാൻ വേണ്ടി പൗലോസും ഭാവിയായിരുന്നു ശ്രമം. രോമാലേഖനത്തിന് മുമ്പോഴാണ് ഗലാത്യലേഖനം അല്ലയോ. എന്റെ ഒരു വേർത്തുണ്ട്. എനിക്ക് വലിയ ജ്ഞാനം ഉണ്ടായിട്ടൊന്നുമില്ല. ഇതിന്റെ ആദിയിൽ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത് വെച്ചോണ്ട് ഞാൻ എന്റെ ഓർമ്മയെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ അപ്പം കഥാരാസം പറഞ്ഞാൽ എനിക്കിങ്ങനെ കുറിപ്പൊന്നുമില്ല, എനിക്ക് അതിന്റെ ആവശ്യവുമില്ല. ഞാൻ എന്റെ ദൈവത്തിന്റെ വചനം വായിക്കുക, അതാത് സമയങ്ങൾ ആത്മാവ് പറയുന്ന പോലെ ഞാനങ്ങനെ ചെയ്യുക. അപ്പം ഇപ്പൊ കൂടെ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞ ദൈവത്തിന്റെ വിലയേറിയ ഭക്തൻ ദാവീദ് രാജാവിന് ഇഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നു ദൈവത്തിന്റെ ചെലവഴിപ്പാൻ. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രളയം നമുക്ക് ഈ അന്ത്യകാലത്തില് നമ്മളെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ദൈവത്തെ എത്ര സ്തുതിച്ചാലൊക്കും ആ പാദവൃത്തിയെ ഞാൻ ചുംബിക്കുന്നു. ആ മറിയിച്ച് എന്റെ സഹോദരി, എന്റെ പ്രിയ സഹോദരി ചുംബിച്ചവൾ ആരോടും മിണ്ടുന്നവളല്ല. അവൾ എപ്പോൾ പ്രാണനാഥനെ കണ്ടാലും ആ പാദവൃത്തിന്റെ അടുക്ക് വരും. എനിക്കും ആ പാദവൃത്തെ ചുംബിക്കണം, ഈ ഭൂമിയിൽ വെച്ച് ചുംബിക്കണം. അത് കഴിഞ്ഞിട്ട് ആ ചുംബനം യഥാർത്ഥത്തില് ആ കാഹളം ധരിക്കുമ്പോ പിന്നെ ആകുക. ഞാൻ ഇവിടെ വെച്ച് ഓരോ ദിവസവും ഓരോ നിമിഷവും ആ പാദവൃത്തെ ചുംബിക്കത്തക്കവണ്ണം എന്നെ തന്നെ ഒരുക്കുവാൻ തക്കവണ്ണം ഞാനിങ്ങനെ എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട് തന്ന ഒരു പ്രയർ ലൈനാണിത്. അത് തന്നെയല്ല എന്റെ പ്രിയ സഹോദരിമാരൊക്കെ വചനം ഇങ്ങനെ പ്രസ്താവിക്കുമ്പോൾ എന്റെ ഉള്ളം കത്തി പടരുക. കാരണം അവർക്ക് കൊടുത്തിരിക്കുന്ന താഴ്ന്നകൾ വ്യാപാരം ചെയ്യാൻ വേണ്ടി 24 മണിക്കൂർ കൊടുത്തിരിക്കുന്ന ദൈവത്തെ ഒരു സാക്ഷ്യം പോലും അവർക്ക് കൊടുക്കാതെ ദീർഘവർഷങ്ങളായിട്ട് അവരെ ഈ സഭാഹോളിൽ അടച്ചിട്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന താഴ്ന്നകൾ വ്യാപാരം ചെയ്യാതെ അവരെ വിഷമിപ്പിച്ച് ആ കാലത്തിന് ഒരു മാറ്റം വരത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഈ അനുഗ്രഹിക്കുന്ന പ്രളയം 24 മണിക്കൂർ തന്നിട്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രവചനങ്ങൾ, അവർക്ക് കൊടുക്കുന്ന ദൂതുകൾ യഥേഷ്ടം അറിയിക്കത്തക്കവണ്ണം എന്നെ പോലെയുള്ള സാധുക്കൾക്ക് സാക്ഷ്യം പറയുവാന് പ്രബോധനങ്ങളൊക്കെ പറയാൻ തക്കവണ്ണം അവസരങ്ങൾ തന്ന ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. ഇന്നലെയൊക്കെ പറഞ്ഞ ദൈവത്തിന്റെ ദാസന് രാത്രിയിലൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച ആ കർത്താവിന്റെ ദാസന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. എന്നാൽ അവര് ഒന്നാമത് ഇവരെ സ്വരം കേൾക്കുമ്പോൾ ഒരുപാടൊക്കെ ഇരിക്കുന്നുണ്ട്, അറിയത്തില്ല. ആരംഭത്തിൽ അത് പാസ്റ്റർ പറഞ്ഞ് ഞാൻ പേര് പറഞ്ഞ് ഞാൻ കേട്ടില്ലായിരുന്നു. അങ്ങനെ ആ ദാസൻ ഇതുപോലെ നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളായത്. എത്രയോ മനോഹരമായ വാക്കാണ്. പറഞ്ഞ വാക്കുകളൊക്കെ എനിക്കടുത്ത് പറയണമെന്നുണ്ട്, വേറെ സമയത്ത് പറയാം. എത്ര അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരെയാണ് തന്നിരിക്കുന്നത്, എത്ര അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരെ പ്യുവറായിട്ടുള്ള വാക്കുകളെ ഈ വചനത്തിൽ എടുത്ത് നമ്മുടെ മുമ്പിലോട്ട് കളങ്കമില്ലാതെ വെക്കുകയാണ്. 2 കൊരിന്ത്യർ 2 അധ്യായത്തിൽ 4-ാം അധ്യായത്തിൽ പറയുന്നത് ഞങ്ങൾ ഭാരതത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെയൊന്നുമല്ല. അങ്ങനെ ഉള്ള ഒരു ഗ്രൂപ്പ് ആദ്യ കാലത്തോട് ഏത് സമയത്തും ആ ഗ്രൂപ്പുണ്ട്. ഈ പ്രളയം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യത്തൊക്കെ വന്നു. കർത്താവിന് വലിയ പ്രത്യേകം ജോസഫ് പത്തിബാസെ ദൈവം അധികാരപ്പെടുത്തി ഓർത്ത് ഞാനിപ്പോഴും ഒരു നിഷ്കളങ്കനായ ദൈവദാസ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഒരു നിഷ്കളങ്കനായ ദൈവദാസ സത്യം. അയ്യോ അതത്ര സത്യമാണ്. നമുക്കെല്ലാം അറിയാം. ഒരു കളങ്കമില്ലാതെ ഈ വചനം അറിയിക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്ന ആ വിശുദ്ധനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന്റെ വൈഫിനെ അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും കുടുംബമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ആഗോള വ്യാപകമായിട്ട് എന്റെ ഹൃദയത്തിൽ ഒരു വലിയ പ്രത്യാശയുണ്ട്. ഞാനത് നിങ്ങളോട് പറയാം. ആ പ്രത്യാശ ഇതാണ്. ഈ പ്രയർ ലൈൻ തുടങ്ങിക്കഴിഞ്ഞ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചത്. ഇപ്പൊ ഈ ദേവദാസിമാരെയൊക്കെ അവർക്ക് വേണ്ടി വെറും മൃഗത്തെ പോലെ തല്ലുകയോ ഒക്കെ ചെയ്യുന്ന കാണുമ്പോൾ എനിക്കത് സഹിക്കത്തില്ല. പക്ഷെ അത് ആദ്യം സംഭവിച്ചതായതുകൊണ്ട് എനിക്കതിനകത്ത് ആശ്വാസമുണ്ട്. ജനത്തെ കൊല്ലുന്നവരെ ഭയപ്പെടാന്ന് കർത്താവ് പറഞ്ഞെങ്കിലും അവർക്ക് അടിയൊക്കെ കിട്ടുമ്പോഴും ആരാധനാലയങ്ങൾ കത്തിക്കുമ്പോഴും എനിക്ക് വലിയ മനസ്സിൽ ഭാരമുണ്ട്. ദൈവദാസിമാർക്കും ഉണ്ട്. അവർ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്.
എന്നാൽ അതിനൊരു പരിഹാരം ഏതെങ്കിലും രീതിയിൽ ഉണ്ടാകുകയും ചെയ്യാം. അത് തന്നെ മല സുവിശേഷം വരയ്ക്ക് ഇന്നലെ ദേവദാസം പറഞ്ഞു അല്പമായ തടസ്സങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ദുഷ്ടാവിച്ചാൽ പക്ഷെങ്കിൽ ഈ മാധ്യമം ഉപയോഗിച്ച് നമുക്ക് വേറെ ഒരു പ്രവൃത്തി ചെയ്യാൻ ദൈവം വഴി ഒരുക്കി തന്നു. ഇപ്പൊ ഈ 24 മണിക്കൂർ സുവിശേഷം അറിയിക്കുന്ന ഈ മാധ്യമം പോലെ തന്നെ നമുക്ക് വേറെ ഇന്ത്യയില് ഇത് നമുക്ക് വലിയ രീതി ചെയ്തിട്ട് ജനത്തെ ഇതിലേക്ക് ആകർഷിക്കാമെന്നുള്ളതാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം തൊട്ട് ഞാനിങ്ങനെ ചിന്തിക്കുന്നത്. ഈ വേറെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ എന്തോ ഓരോ വിഷയം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ പത്രത്തിൽ കിടപ്പുണ്ടല്ലോ, യൂട്യൂബിൽ കിടപ്പുണ്ടല്ലോ. എന്നാൽ നമുക്ക് ചില പ്രവൃത്തികൾ ചെയ്യാം. ഈ വരും ദിവസങ്ങൾ ദൈവം അനുവദിക്കുകയാണെങ്കിൽ. ദൈവദാസൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇതിന്റെ ലൈനിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന നിമിത്തം, ഇങ്ങനെ പ്രസംഗിക്കുന്ന നിമിത്തം, പ്രവർത്തിക്കുന്ന നിമിത്തം പല രാജ്യങ്ങളിലേക്ക് നിങ്ങളെ അയക്കുമെന്ന് പറഞ്ഞു. അപ്പം നമുക്കിത് വലിയ ഒരു പദ്ധതിയായിട്ട് അമേരിക്കയിലും മറ്റു രാജ്യങ്ങളിലേക്കും ഈ പ്രളയം നീക്കുവാനൊക്കെ വേറെ എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിച്ച് വേറെ കുറച്ചുകൂടി വിപുലമായ രീതിയിൽ നടത്തുവാൻ ദൈവം നമുക്ക് വഴികളെ ഈ ദിവസങ്ങൾ ഒരുക്കും. അതിനു മുമ്പേ ഈ ലൈനിലെ അനേകം വിശുദ്ധന്മാരെ കൊണ്ട് ശുശ്രൂഷ ചെയ്യിപ്പിക്കുക, വിശുദ്ധമതികളെ കൊണ്ട് നല്ല സാക്ഷ്യങ്ങളും ഒക്കെ പറവാൻ ദൈവം ഇടയാക്കും. അനേക പാവികൾ ഈ ദിവസങ്ങൾ മാനസാന്തരപ്പെട്ടു വരും. അനേക കുഞ്ഞുങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയെന്ന് തോന്നി നമ്മുടെ വരവുമായിട്ട് നിന്ന് നമ്മളെക്കാളും ധീരരായി നിന്ന് സുവിശേഷം പറയുമ്പോൾ ആനന്ദ കണ്ണുനീർ നമ്മൾ വീഴ്ത്തി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. വരും ദിവസങ്ങൾ ദൈവം അതിനിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ചെറിയ ദൈവത്തിന് പിന്തിരിയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത ശുശ്രൂഷ ആരാ ചെയ്യാൻ വന്നിട്ടുണ്ട്? ദേവദാസന്റെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുന്നു. കർത്താവേ, കാരണവാന്യത്രമായ രാജാവേ, ഞങ്ങളങ്ങനെ വാഴ്ത്തട്ടെ, ഞങ്ങളങ്ങനെ സ്തുതിക്കട്ടെ. ഞങ്ങൾക്ക് ഇനി സ്തുതിപ്പാനല്ലാതെ മറ്റൊന്നും കാര്യമില്ല. കാരണം ഒന്നാമതേ ഞങ്ങളെ മരണത്തിൽ നിന്ന് വിടുവിച്ചു. ഒരിക്കൽ പോലും ഞങ്ങൾ രക്ഷപ്പെടും വിചാരിച്ചതല്ല. ആ ബന്ധനത്തിൽ നിന്ന്, ആ കാരാഗ്രഹത്തിൽ നിന്ന്, ആ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു. നന്ദിയോടെ വാഴ്ത്തും. നിത്യസ്തുതിച്ചാൽ പോലും ഇതിന്റെ കടം വരത്തില്ല. ഈ ലോകത്തിലെ മുഴുവായുസ് മുഴുവൻ സ്തുതിച്ചാൽ വരത്തില്ല. അത് കഴിഞ്ഞ് നിത്യത മുഴുവൻ സ്തുതിച്ചാൽ ആ ഒറ്റ വീണ്ടെടുപ്പിന്റെ വില പോലും കൊടുത്തു തീർക്കാനൊക്കത്തില്ല. അതുപോലെ അത് ഭയങ്കരവും അതിശയമായിരുന്നു. ത്രിയേക ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുകയാണ്, സ്തുതിക്കുകയാണ്. എനിക്ക് കേട്ട തന്നല്ലോ, അതിനെ വീണ്ടും വീണ്ടും സ്തുതിക്കുന്നു. ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ കൃപാവരങ്ങൾ ജ്വലിപ്പിക്കേണ്ടതിന് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ അവസരങ്ങളെ ഓർത്ത് വാഴ്ത്തുകയാണ്. സ്തോത്രം. അപ്പൊ പൗലോസ് നിഷ്കളങ്കനായിട്ടാണ് തിമോഥെയോസിനോട് അത് പറഞ്ഞത്. എന്നിൽ പറഞ്ഞിരിക്കുന്നത് എന്റെ കൈവെപ്പിനാൽ, അല്ലെങ്കിൽ അത് അധ്യായത്തിൽ 1-ാം അധ്യായത്തിൽ ഇരിക്കുന്നത് മൂപ്പന്മാരുടെ കൈവെപ്പിനാൽ. അപ്പം ദൈവ ക്രിസ്തുവിന്റെ ദാസന്മാരുടെ കൈവെപ്പിനാൽ തിമോഥെയോസിന് ലഭിച്ച കൃപാവരം ജ്വലിപ്പിക്കേണ്ടതിന് വളരെ നിഷ്കളങ്കമായിട്ട് താൻ പ്രബോധിപ്പിച്ചിരിക്കുകയാണ്. തനിക്ക് ആര് വളർന്നാലും അതിനെപ്പോഴും പറയുവാൻ ആര് കുത്തിയാലും അരി വെളുക്കണമെന്ന് ഒരൊറ്റ ചിന്തയേ ഉള്ളൂ. അപ്പം ആ ഒരു ചിന്തയിലാണല്ലോ കർത്താവെ വിശുദ്ധന്മാരെല്ലാം ആയിത്തീർന്നത്. ഇപ്പോഴും ഈ 24 മണിക്കൂറായിരിക്കും പ്രളയം അങ്ങനെയാണല്ലോ. അപ്പ എല്ലാം ഓർത്ത് സ്തുതിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകൾ വലിയ അനുഗ്രഹമാക്കണമേ. വലിയ വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. വരാനുള്ളവരെ അനുഗ്രഹിക്കണമേ. വന്നിട്ടുള്ളവരെ അനുഗ്രഹിക്കണമേ. ഭക്തന്മാർക്കൊരു അനേക ശുശ്രൂഷകളിൽ ചെയ്യേണ്ടതുണ്ടല്ലോ. അപ്പ തിരുനാമിന് ഉയരട്ടെ. നൃത്തം ചെയ്ത് ഞങ്ങൾ ആരാധിക്കേണ്ട പ്രിയ ഭക്തം മുഴുവൻ പ്രിയനായിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ നിൽക്കണമേ സ്വർഗ്ഗപിതാവേ. ആമേൻ ആമേൻ. മാലിന്യപ്പെട്ടിടാതെ